the product of a number and two more than that is 168. What are the numbers? ഇപ്പോൾ ഇവിടെ രണ്ട് നമ്പറുകളാണ്. നേരത്തെ പോലെ റെക്റ്റാങ്കിൾ ഒന്നുമല്ല, രണ്ട് നമ്പറുകൾ. ഇപ്പോൾ സപ്പോസ് ദ നമ്പർ bx, ഒരു നമ്പറിന് x. The product of a number and two more than that. ഇതൊരു നമ്പർ ആണെങ്കിൽ two more than that number. Suppose 5 is a number, 2 more than 5 7 ആണ്. 2 more than 10 12 ആണ്. അപ്പോൾ ഇതൊരു നമ്പർ ആണെങ്കിൽ 2 more than that number means x plus 2. So the numbers are x and x plus 2. ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ x into x plus 2 is ഏതാ തന്നിട്ടുള്ളത്? It is 168. What are the numbers? Numbers എന്ന് പറഞ്ഞാൽ x കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യണം. x² plus 2x equal to 168. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം സ്ക്വയർ. എങ്ങനെ x² plus 2x is there to complete this one. എങ്ങനെയാണ് നമ്മൾ നേരത്തെ നോക്കിയത്? x² ഉണ്ട്, 2x ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ആഡ് ചെയ്യണം. ആ നമ്പറിന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. ആ നമ്പർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? സെക്കൻഡ് ടേം 2x ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് 2, അതിന്റെ ഹാഫ് 1 square equal to, there is already 168. We have to add also 1 square here to avoid the inequality. Okay, അതിന്റെ തുല്യത നഷ്ടപ്പെടാതിരിക്കാൻ. അപ്പം ഇവിടെ ആഡ് ചെയ്യുമ്പോൾ അപ്പുറം ഈക്വലൈസ് ചെയ്യാൻ, അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ വിലയിൽ ചേഞ്ച് വരാതിരിക്കാൻ അപ്പുറം ഇപ്പുറം ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ 2 plus 3 equal to 5. നമ്മൾ 2 plus 3 എന്നുള്ളടുത്ത് ഒരു 1 ആഡ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പൊ ഇത് തെറ്റിയില്ലേ? 5 അല്ലല്ലോ വരിക. അപ്പൊ ഇവിടെ ആഡ് ചെയ്യുന്ന ആ 1 അവിടെയും ആഡ് ചെയ്താൽ തെറ്റൂല. അപ്പോൾ എത്ര കിട്ടി? 6 equal to 6 എന്ന് തന്നെ തെറ്റും. ഇതേപോലെ ഒരു വർക്ക് ഇവിടെ ചെയ്യണം. അപ്പോൾ 168 plus 1 സ്ക്വയർ. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. x plus 1 whole square equal to 168 plus 1 square 1 ആണ്, equal to 169. Then x plus 1 equal to square root of 169, that's equal to 13. X plus 1 equal to 13, then x equal to 13 minus 1 equal to 12. Now x is the number is 12. ഈ 12ഉം x 12 ആണെങ്കിൽ അടുത്തത് എത്രയാണ്? 14. അടുത്ത രണ്ട് നമ്പർ. ഓക്കെ, ഇനി the next question. One added to the product of two consecutive even numbers gives 289. What are the numbers? Okay, അതായത് അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 289 കിട്ടും എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ how can we solve this problem? From this question we have to find an equation first. We have to create or produce an equation first. തന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഒരു സമവാക്യം നമ്മളിവിടെ ഉണ്ടാക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞേ? 1 added to the product of two consecutive even numbers. രണ്ട് ഇരട്ട സംഖ്യകളുടെ പ്രൊഡക്റ്റ്, ഗുണനഫലം.
ആ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 289 കിട്ടുന്നതാണ്. അപ്പോൾ 2 കൺസിക്യൂട്ടീവ് ടേംസാണ്, അടുത്തടുത്ത 2 ഈവൺ കൺസിക്യൂട്ടീവ് ടേംസ്, ഇരട്ട സംഖ്യ. അപ്പോൾ ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത ഇരട്ട സംഖ്യ കിട്ടുന്നത് എത്രയായിരിക്കും? എക്സ് പ്ലസ് 2 ഒരു ഇരട്ട സംഖ്യയോട് 2 ആഡ് ചെയ്യുമ്പോഴാണ് അടുത്ത ഇരട്ട സംഖ്യ കിട്ടുന്നത്. അത് ഒറ്റ സംഖ്യ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഒരൊറ്റ സംഖ്യയോട് 2 ആഡ് ചെയ്യുമ്പോഴാണ് അടുത്ത ഒറ്റ സംഖ്യ കിട്ടുന്നത്. അപ്പോൾ ഇഫ് എക്സ് ഈസ് ദ ഫസ്റ്റ് ഈവൺ നമ്പർ, ദ നെക്സ്റ്റ് വിൽ ബി എക്സ് പ്ലസ് 2. ഓക്കെ, ഇവയുടെ എക്സും എക്സ് പ്ലസ് 2 ഇവയുടെ മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ആണ് അതിൻ്റെ പ്രോഡക്റ്റ്. അതിനോട് 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 289. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് 1 ഈക്വൽ ടു 289. അങ്ങനെയാണ് ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും ആയിരിക്കും. നോക്കാം. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 289. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. It is in the form of a square plus 2ab plus b square. So we can write it as x plus 1 whole square equal to 289. ഇതിനെ നമുക്ക് ഇടത് ഭാഗത്തുള്ളത് x plus 1 whole square equal to x plus 1 whole square എന്ന് എഴുതാം, which is equal to 289. Therefore അതുകൊണ്ട് x plus 1 equal to root of 289 17. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 17, ദെൻ എക്സ് ഈക്വൽ ടു 17 മൈനസ് 1 ഈക്വൽ ടു 16. അപ്പോൾ 16 ആണ് ആദ്യത്തെ ഈവൺ നമ്പർ. ഓക്കെ, അപ്പോൾ അടുത്ത ഈവൺ നമ്പർ എന്തായിരിക്കും? പ്ലസ് 2 18. സോ ദ നമ്പേഴ്സ് ആർ 16 ആൻഡ് 18. 16ഉം 18ഉമാണ് രണ്ട് നമ്പറുകൾ. Okay, look at the next question. 9 added to the product of 2 consecutive multiples of 6 gives 729. What are the numbers? അതായത് 6ന്റെ അടുത്തടുത്ത 2 ഗുണിതങ്ങളുടെ ഗുണനഫലത്തിൻ്റെ കൂടെ 9 കൂട്ടിയാൽ 729 കിട്ടും. എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതാണ് ചോദ്യം. സോ ആസ് വി ഡിഡ് ഏർലി, നേരത്തെ ചെയ്ത പോലെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇക്വേഷൻ ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ആ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സി എന്താ പറഞ്ഞിട്ടുള്ളത്? 9 ആഡഡ്, 9 ആഡ് ചെയ്യണം. എവിടെ ആഡ് ചെയ്യണ്ടേ? ടു ദ പ്രൊഡക്റ്റ് ഓഫ് 2 കൺസിക്യൂട്ടീവ് അടുത്തടുത്ത 2 മൾട്ടിപ്പിൾസ് ഓഫ് 6. അടുത്തടുത്ത 2 നമ്പറിൻ്റെ 6ൻ്റെ മൾട്ടിപ്പിൾസിനോട് 9 ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താ? 729. ആ ആദ്യത്തെ വരിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത്. 9 ആഡഡ് ടു ദി പ്രൊഡക്റ്റ് ഓഫ് 2 കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവില്ല. 2 കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6, അടുത്തടുത്ത 2 6ൻ്റെ മൾട്ടിപ്പിളുകൾ. ആദ്യത്തെ മൾട്ടിപ്പിൾ നമ്മൾ അസ്യൂം ചെയ്യും, സപ്പോസ് ഇറ്റ് ഈസ് എക്സ്. ദെൻ അടുത്ത മൾട്ടിപ്പിൾ എന്തായിരിക്കും? ഇതിനോടൊരു ആഡ് കൂടെ ആഡ് ചെയ്യുമ്പോൾ 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ അടുത്ത മൾട്ടിപ്പിൾ കിട്ടും. സോ 2 കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ആർ എക്സ്, നെക്സ്റ്റ് ഈസ് എക്സ് പ്ലസ് 6. ഇതിൻ്റെ പ്രോഡക്റ്റ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6, അതാണ് അതിൻ്റെ പ്രോഡക്റ്റ്. അതിനോട് എന്താ ആഡ് ചെയ്യണം? 9 ആഡ് ചെയ്യണം. പ്ലസ് 9 ഈസ് ഈക്വൽ ടു 729. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ. അടുത്തടുത്ത 6ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് 6ഉം എക്സും, എക്സ് ആണ് ഒരു ഗുണിതമെങ്കിൽ അടുത്തത് എന്തായിരിക്കും? അതിനോട് 6 കൂട്ടിയത്, അതിനടുത്തതോ വീണ്ടും 6 കൂട്ടിയത്. ഇങ്ങനെയാണ് ഗുണിതങ്ങൾ പോകുന്നത്.
ഓക്കെ. അപ്പോൾ എക്സ് ഒരു 6ൻ്റെ ഗുണിതമാണെങ്കിൽ അടുത്ത ഗുണിതം കിട്ടണമെങ്കിൽ അതിനോട് 6 ആഡ് ചെയ്താൽ മതി. ശരിയല്ലേ? 1 6, 2 6, 3 6 ഇങ്ങനെയാണല്ലോ ഗുണിതങ്ങൾ പോകുന്നത്. അപ്പോൾ ഓരോ 6കൾ ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അടുത്തടുത്ത ഗുണിതങ്ങൾ കിട്ടുക. സോ എക്സ് ഒരു ഗുണിതമാണെങ്കിൽ അടുത്തത് എക്സ് പ്ലസ് 6. അവയുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6. അതിനോട് 9 ആഡ് ചെയ്യാൻ പറയുന്നത് പ്ലസ് 9 ഈസ് ഈക്വൽ ടു 729. When we expand this one, അതായത് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 കണ്ടുപിടിക്കണം ആദ്യം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 6 6x പ്ലസ് 9 ഈക്വൽ ടു 729. അപ്പോൾ ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടി? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അവിടെ കിട്ടി. രണ്ടാം കൃതി ദ്വിമാന സമവാക്യം അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഇറ്റ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓൾസോ ഇറ്റ് ഈസ് പെർഫെക്റ്റ് സ്ക്വയർ. ഇത് ദ്വിമാന സമവാക്യമാണ്, പൂർണ്ണവർഗവുമാണ്. അപ്പോൾ അതിനെ മാറ്റി എഴുതുമ്പം എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഉള്ളത് 3 സ്ക്വയർ ആണ്. അപ്പോൾ ബിക്ക് പകരം അവിടെ 3 വന്നു. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 729. Therefore, x plus 3 equal to root of 729, which is equal to, it is equal to 27. So x plus 3 equal to 27, then x equal to 27 minus 3, it is 24. അപ്പോൾ 24 ആണ് എക്സിൻ്റെ വാല്യൂ കിട്ടണം. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. ഓക്കെ. അപ്പോൾ അടുത്ത മൾട്ടിപ്പിൾ ഓഫ് 6 എന്തായിരിക്കും? അത് ഈ 24നോട് 6 ആഡ് ചെയ്യുന്നത്. എക്സ് പ്ലസ് 6 ആണല്ലോ നമ്മൾ പറഞ്ഞത്. എക്സ് 24 ആണെങ്കിൽ എക്സ് പ്ലസ് 6 ഈക്വൽ ടു 24 പ്ലസ് 6 ഈക്വൽ ടു 30. സോ ദ നമ്പേഴ്സ് ആർ, ദ മൾട്ടിപ്പിൾസ് ആർ 24 ആൻഡ് 30. ഈ രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് 9 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? 729 കിട്ടുന്നത്. ആ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് നോക്കിയാൽ മതി, ആൻസറായി. സോ ദ മൾട്ടിപ്പിൾസ് ആർ 24 and 30. The answer is 24 and 30. Okay, the next question. How many terms of the arithmetic sequence 5, 7, 9, etc. must be added to get 140? 5, 7, 9 എന്ന സമാന്തര ശ്രേണിയിലുള്ള ആദ്യത്തെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 140 കിട്ടുക? ഇങ്ങനെയുള്ള ചോദ്യം കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻ ആണെന്ന് ഫീൽ ചെയ്യും. പക്ഷേ അത് കിട്ടുന്ന റൂട്ട്സ് ചെക്ക് ചെയ്യുമ്പം ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ലെറ്റ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദാറ്റ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് n. n ആണ് ഇതിൽ എത്ര ടേം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന വേരിയബിളിൽ നിന്ന് സങ്കല്പിക്കാം. നമ്മൾ നേരത്തെ സീക്വൻസിലൊക്കെ ചെയ്തപ്പോൾ then sum of n arithmetic sequence is Sn equal to n by 2 into first term plus last term, that is n by 2 into x1 plus xn. The sequence is given 5, 7, 9 etc. 5, 7, 9 etc. എന്നതാണ് സീക്വൻസ്. അതിലെ n ടേംസിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ n by 2 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ x1 പ്ലസ് xn ആണ്. അപ്പോൾ x1 നമുക്കറിയാം, ഇറ്റ് ഈസ് 5. xn വി നോ ദാറ്റ് dn പ്ലസ് f മൈനസ് d. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. x1 മൈനസ് d ഓർ f മൈനസ് d, ബോത്ത് ആർ സെയിം, രണ്ടും സെയിം ആണ്. അപ്പോൾ xn ഈക്വൽ ടു ആ വാല്യൂസ് കൊടുക്കുമ്പം എന്ത് കിട്ടും? ഫസ്റ്റ് ടേം നമുക്കറിയാം 5 ആണ്. കോമൺ ഡിഫറൻസ് 7 മൈനസ് 5, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 2 കിട്ടും.
അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, ദറ്റ് ഈസ് 2n പ്ലസ് 5 മൈനസ് 2 ഈക്വൽ ടു 2n പ്ലസ് 3 കിട്ടും. ഈ വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഏതിൽ? നേരത്തെ കാണിച്ചിട്ടുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് എസ് എൻ 140 ആണ് ഇവിടെ തന്നിട്ടുള്ള വാല്യൂ. ബാക്കിയുള്ള സം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം n/2 ഇൻറ്റു x1 പ്ലസ് xn, ദാറ്റ് ഈസ് n/2 ഇൻറ്റു x1 5 പ്ലസ് നേരത്തെ കണ്ടുപിടിച്ച xൻ്റെ വാല്യൂ 2n പ്ലസ് 3 ഈസ് ഈക്വൽ ടു 140. ദാറ്റ് ഈസ് n/2 ഇൻറ്റു നമ്മൾ ആ വാല്യൂസ് ഒന്ന് ബ്രാക്കറ്റിനുള്ളിലുള്ളത് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് n/2 ഇൻറ്റു 2n പ്ലസ് 8 ആയിട്ട് മാറും. എങ്ങനെ? n/2 ഇൻറ്റു 5 പ്ലസ് 2n പ്ലസ് 3, 5 ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം 2n പ്ലസ് 3, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5ഉം 3യും കൂടെ ആഡ് ചെയ്ത് 8 ആയി. അപ്പോൾ n/2 ഇൻറ്റു 2n പ്ലസ് 8. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള രണ്ട് ടേമിലെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ n/2 എന്നുള്ളത് ഒഴിവാക്കാം. അപ്പോൾ എന്ത് കിട്ടി? n ഇൻറ്റു n പ്ലസ് 4 ഈക്വൽ ടു 140 എന്ന് കിട്ടും. ഈ വാല്യൂ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ടേം ആയിട്ട് മാറും. അപ്പോൾ n ഇൻറ്റു n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 4n ഈസ് ഈക്വൽ ടു 140 എന്നും കിട്ടും. അപ്പോൾ n സ്ക്വയർ പ്ലസ് 4n ഈക്വൽ ടു 140. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ടേം നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് മാറ്റണമെങ്കിൽ സെക്കൻഡ് ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ്, ഗുണോത്തരത്തിൻ്റെ പകുതിയുടെ വർഗം ആഡ് ചെയ്യണം. കോഎഫിഷ്യൻ്റ് അവിടെ 4 ആണ്, അതിൻ്റെ പകുതി 2 ആണ്. 2 സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്താൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് സ്ക്വയർ കംപ്ലീഷൻ നടത്തുകയാണ് നമ്മളവിടെ. അപ്പോൾ n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു 140 പ്ലസ് 2 സ്ക്വയർ. രണ്ട് സൈഡിലും വാല്യൂ പോവാതിരിക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്തായിട്ട് മാറി? n പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 140 പ്ലസ് 4 144. Then n plus 2 whole square equal to 144. Therefore n plus 2 equal to root of 144 equal to 12. n plus 2 equal to 12. Then n equal to 12 minus 2, that is 10. അപ്പോൾ ഇവിടെ 10 ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ സീക്വൻസിൽ 140 കിട്ടുന്നത് എന്നതാണ് അതിൻ്റെ ആൻസർ. സോ 10 ടേംസ് ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 140 ഫോർ ദ സീക്വൻസ് 5, 7, 9, etc. That is the answer. Okay, next question. 16 added to the sum of first few terms of an arithmetic sequence 9, 11, 13, etc. gave 256. How many terms were added? അതായത് 9, 11, 13, etc. എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയും 16ഉം കൂട്ടിയാൽ 256 കിട്ടിയെങ്കിൽ എത്ര പദങ്ങളാണ് കൂട്ടിയത്? അപ്പോൾ ഇത് തൊട്ട് മുമ്പിൽ ചെയ്ത അതേ മോഡൽ മറ്റൊരു പ്രോബ്ലമാണ്. നേരത്തെ നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഇവിടെ 16ഉം കൂടെ ആഡ് ചെയ്യണം എന്ന് മാത്രം വ്യത്യാസമുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിന് ശേഷം ചോദിക്കുകയും ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു SSLC ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ വർഷം 2020 ചോദിച്ചിട്ടുള്ളൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് the product of two consecutive even numbers added to one gives a perfect square. നമ്മൾ കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിനെ പറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. പ്രൂവ് ദാറ്റ് the product of two consecutive even numbers added to one gives a perfect square എന്നാണ്. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം, അത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്യണം.
Suppose x is first even number, then we know that the next will be x plus 2. Okay. ആദ്യത്തെ ഈവൻ നമ്പർ എക്സ് ആയിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ടു ആയിരിക്കും നെക്സ്റ്റ് എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു പ്ലസ് വൺ എന്താണ്? അത് ആഡഡ് ടു 1 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 അല്ല എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് 1 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞതും അപ്പോൾ എന്തായിട്ട് മാറി? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നുള്ളത് എക്സ് വിപുലീകരിക്കുമ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 വിച്ച് ഈസ് സെയിം ആസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. സോ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അത്രമാത്രം എഴുതിയാൽ മതി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടാൻ. ഓക്കെ ഓൺ 2020 March next SLC question related with this chapter, this area. The second one is perimeter of a rectangle in the figure is 36 centimeters. AC equal to root of 164 centimeters. There are two questions. One is what is AB plus BC, and the second question find the length of AB. ഈ രണ്ട് ക്വസ്റ്റ്യനാണ് ഇതിൽ നിന്നും ആൻസർ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ചെക്ക് ദി ക്വസ്റ്റ്യൻ. പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ, അതായത് ചതുരം എ ബി സി ഡിയുടെ ചുറ്റളവ് തന്നിട്ടുണ്ട് 36 സെൻറ്റിമീറ്റർ. എ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൺ ഓഫ് ദ ഡയഗണൽ വികരണം റൂട്ട് ഓഫ് 164 എങ്കിൽ എ ബി പ്ലസ് ബി സി എത്ര? എ ബിയുടെ നീളം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഗിവൺ ദാറ്റ് ദി പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് തന്നിട്ടുണ്ട് എത്രയാണ്? 36 സെൻറ്റിമീറ്റർ. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് ബി സി പ്ലസ് ഡി സി പ്ലസ് എ ഡി ആണ്. എ ബിയും ഡി സിയും ഈക്വലാണ്, ബി സിയും എ ഡിയും ഈക്വലാണ്. 4 ഭാഗം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 36 ചുറ്റളവ്. ഇപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ പകുതി നീളം എന്ന് പറയുന്നത് എ ബി പ്ലസ് ബി സിക്ക് ഈക്വൽ ആയിരിക്കും. ടോട്ടൽ 36 ആണെങ്കിൽ അതിൻ്റെ പകുതി ലെങ്ത് ആയിരിക്കും എ ബി പ്ലസ് ബി സി. സോ ദ ഫസ്റ്റ് ആൻസർ ഈസ് ദർ. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ തന്നെയായി. 36ൻ്റെ പകുതിയാണ് എ ബി പ്ലസ് ബി സിയുടെ ലെങ്ത്. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ ബി എന്നാണ്. എ ബി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ സൈഡ് ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ എ ബിയുടെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് എക്സ് എന്ന് സപ്പോസ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അപ്ലൈ ചെയ്യണത്. അപ്പോൾ അതുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. നോക്കുക, എ ബി സി എന്ന ഈ ഡയഗണലിലടക്കമുള്ള ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. എ ബി സി എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എ ബിയുടെ ലെങ്ത്ത് എക്സ് ആണെങ്കിൽ ബി സിയുടെ ലെങ്ത്ത് നമുക്ക് അസ്യൂം ചെയ്യാം. എന്ത്? എ ബി പ്ലസ് ബി സി നമ്മൾ നേരത്തെ പറഞ്ഞു 18 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എ ബി എക്സ് ആണെങ്കിൽ ബി സി എന്തായിരിക്കും? രണ്ടും കൂടിയും 18 ആവും. ഒന്ന് എക്സും ആണെങ്കിൽ ദ സെക്കൻഡ് വൺ 18 മൈനസ് എക്സ്. ദ ഡയഗണൽ ഈസ് ഗിവൺ റൂട്ട് ഓഫ് 164. അപ്പോൾ ഒരു സൈഡ് എക്സും ആവുമ്പം മറ്റേ സൈഡ് 18 മൈനസ് എക്സ്. അതിൻ്റെ കർണമായിട്ട് വരുന്നു. അത് റൂട്ട് ഓഫ് 164. അപ്പോൾ നമുക്കിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 18 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 164 ഹോൾ സ്ക്വയർ. അത് എക്സ്പാൻഡ് ചെയ്യുമ്പം എക്സ് സ്ക്വയർ അവിടെ തന്നെയുണ്ട്. പ്ലസ് 18 മൈനസ് എക്സ് സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പം 18 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 18 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 164. റൂട്ട് ഓഫ് 164 ഹോൾ സ്ക്വയർ 164 എന്ന് കിട്ടി. ഓക്കെ, then x square plus x square 2x square minus 13x plus 324 18 square equal to 164. that is x square 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്
എക്സ് സ്ക്വയർ മൈനസ് 18x പ്ലസ് അവിടെ നമ്മൾ റൈറ്റ് സൈഡിലുള്ള 164 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പം 324 മൈനസ് 164, അപ്പോൾ എല്ലാം കൂടെ 160 കിട്ടും. അതിൻ്റെ പകുതിയാണ് ഇവിടെ വരുന്നത് 80 ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ വന്നതിലുള്ള അവസാനം എക്സ് സ്ക്വയർ മൈനസ് 18x പ്ലസ് 80 ഈക്വൽ ടു 0. നമുക്കത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ ലെഫ്റ്റ് സൈഡിൽ? പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 18x വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യേണ്ടത് 80ൻ്റെ ഹാഫ് സ്ക്വയറാണ്. 80ൻ്റെ ഹാഫ് 9 ആണ്. 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. പക്ഷേ അവിടെ എന്തേ ഉള്ളൂ? 80 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടത് എത്രയാണ്? 1 മാത്രമാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. 80യെ 81 ആക്കാൻ 1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആ 1 തന്നെ റൈറ്റ് സൈഡിലും ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 18x പ്ലസ് 80 പ്ലസ് 1 ഈക്വൽ ടു 0 പ്ലസ് 1. അപ്പോൾ 80 എക്സ് സ്ക്വയർ മൈനസ് 18x പ്ലസ് 81, ദാറ്റ് മീൻസ് 9 സ്ക്വയർ ഈക്വൽ ടു 1. That is x minus 9 whole square equal to 1. X minus 9 equal to root of 1, that is 1 again. Then x equal to 1 plus 9 equal to 10. So the length of the rectangle is 10 centimeter and the breadth 18 minus 10, 8. നമ്മളിവിടെ ലെങ്ത് മാത്രമേ ചോദിച്ചുള്ളൂ, എ ബിയുടെ ലെങ്ത് മാത്രമേ ചോദിച്ചുള്ളൂ. സോ ദ ആൻസർ ഈസ് 10 centimeter. Okay.